എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇന്ന് ചെടികളെ പറ്റി തന്നെയുള്ളൊരു വീഡിയോ ആണ്. ചെടികൾക്ക് നല്ലൊരു വളമായും ഒരു കീടനാശിനിയായും ഒക്കെ കൊടുക്കാൻ പറ്റിയ നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ വെച്ച് മാത്രം ഉണ്ടാക്കുന്നൊരു കാര്യമാണ് ഇന്ന് നിങ്ങളായിട്ട് ഷെയർ ചെയ്യണത്. വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ എല്ലാവരും. ഇത് കുറച്ച് ഉള്ളിത്തൊണ്ടുകളാണ്. ഉള്ളിത്തൊണ്ടും വെളുത്തുള്ളി തൊണ്ടും എല്ലാം നമുക്ക് എടുക്കാം കേട്ടോ. അത് കുറച്ച് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് ശർക്കര ഇട്ട് കൊടുക്കണം. എന്താണെന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഇത് നമ്മൾ എടുത്തു വയ്ക്കുമ്പോൾ നല്ല രൂക്ഷമായിട്ടുള്ളൊരു ഗന്ധമായിരിക്കും, നമുക്ക് വല്ലാത്തൊരു ഇഷ്ടക്കേട് തോന്നും. അതുകൊണ്ടാണ് ഈ ശർക്കര ചേർക്കുന്നത്. ശർക്കര ചേർക്കുമ്പോൾ ഇതിൻ്റെ മണത്തിനൊരിത്തിരി കുറവുണ്ടാവും കേട്ടോ. എന്ന് വെച്ചാൽ പൂർണ്ണമായും മാറില്ല, എങ്കിലും കുറച്ച് കുറവുണ്ടാവും. ഇത് നമ്മളിങ്ങനെ ചേർത്ത് ഒരു 3 ദിവസം വയ്ക്കണം. വെളുത്തുള്ളി തൊണ്ട് എന്തായാലും വേണം കേട്ടോ, കാരണം വെളുത്തുള്ളി തൊണ്ട് നല്ല ഒരു കീടനാശിനി കൂടിയാണ്. വെളുത്തുള്ളി ചതച്ച് നമ്മൾ കീടങ്ങളെയൊക്കെ അകറ്റാനായിട്ട് ഉപയോഗിക്കാറുണ്ടല്ലോ. വെളുത്തുള്ളിയുടെ തൊണ്ടുകളും നമ്മുടെ ചുവന്നുള്ളി തൊണ്ട്, സവോള തൊണ്ട്, അങ്ങനെ എല്ലാം ഉള്ളിത്തൊണ്ടുകളെല്ലാം ചേർത്ത് ഒരു പാത്രത്തിൽ, ഒരു കുപ്പിയിലോ ഒരു പാത്രത്തിലോ എന്തിലെങ്കിലും ഇട്ട് വെച്ചതിന് ശേഷം കുറച്ച് വെള്ളം, ശർക്കര ചേർത്ത് അടച്ച് വെക്കാം കേട്ടോ. അതുകൊണ്ട് അവിടെ ഇരിക്കട്ടെ, ഒരു 3 ദിവസം കഴിയട്ടെ. രംഗം മാറുന്നു. എന്താണ് ഇപ്പോൾ കാണുന്നത്? നമ്മുടെ ബ്രൈഡൽ ബൊക്കെ. ഇത് കാണണം എന്ന് ഷീബ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പൂക്കളുണ്ടാവുമ്പോൾ കാണിക്കണമെന്ന്. പൂക്കളെല്ലാം വിരിഞ്ഞിട്ടില്ല കേട്ടോ, നിറയെ മുട്ടുകളാണ്. നിറയെന്ന് വെച്ചാൽ നിറയെ, എന്ത് ഭംഗിയാണെന്നറിയോ കാണാനായിട്ട്. ഒരു വലിയ പരിചരണമൊന്നും കൂടാതെ നല്ല പൂക്കൾ തരുന്നൊരു ചെടിയാണ് കേട്ടോ ഈ ബ്രൈഡൽ ബൊക്കെ. ഇത് നിലത്താ വയ്ക്കണമെങ്കിൽ വളരെ നല്ലതാണ്. എന്നിട്ട് ഇങ്ങനെ പടർത്തി കയറ്റി അങ്ങനെ കമാനം പോലെയൊക്കെ വെച്ച് കൊടുക്കാം വീടിൻ്റെ ഫ്രണ്ടിൽ, ഗേറ്റിൻ്റെ 2 സൈഡിലായിട്ട്. അങ്ങനെയൊക്കെ വെച്ചാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇത് ഞാൻ ചട്ടിയിലാണ് വെച്ചേക്കണത്, എന്നിട്ടും കൂടി ഇതിൽ നിറയെ പൂക്കൾ എപ്പോഴും ഉണ്ടാവാറുണ്ട്. ഒരാളെൻ്റെ കൂടെ, അമ്മയെ ഞാൻ ഷൂട്ട് ചെയ്യാൻ സഹായിക്കാം അമ്മേ എന്നും പറഞ്ഞ് നടക്കുന്നുണ്ട് കേട്ടോ. എപ്പോഴും എൻ്റെ കൂടെ, വേർ എവർ യു ഗോ ഐ ആം ദർ. എപ്പോഴും ഇത് ഞാൻ വോയിസ് കൊടുക്കുമ്പോഴും എൻ്റെ അടുത്ത് തന്നെ എന്നെ ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഒരു രക്ഷയില്ല അവനെക്കൊണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ആ പൂക്കൾ നമ്മൾ ഷീബയ്ക്ക് വേണ്ടിയും ബാക്കി ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും വേണ്ടി കാണിച്ചു. അപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ വളം എല്ലാ ചെടികൾക്കും ഇട്ട് കൊടുക്കുകയാണെങ്കിൽ, ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. നിറയെ പൂക്കൾ, കാരണം ചെറിയൊരു ചട്ടിയിലാണ് ഈ ചെടി ഇരിക്കുന്നത്. ഇതിൽ നിറയെ പൂക്കളുണ്ട്. നമ്മുടെ ബൊഗൻവില്ലയിൽ നിറയെ പൂക്കളുണ്ടായിട്ടുണ്ട്. ആ പിങ്ക് കളർ എന്ത് ഭംഗിയെന്നറിയോ കാണാനായിട്ട്, നേരിട്ട് കാണുമ്പോൾ. വീഡിയോയിലേക്കാൾ ഭംഗിയാണ് നേരിട്ട്. ഓറഞ്ചിലാണെങ്കിൽ പൂക്കളിങ്ങനെ വന്നു തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇതിൻ്റെ ഇലകളും വളരെ വെറൈറ്റിയാണ് കേട്ടോ, സാധാരണ ബൊഗൻവില്ലയുടെ പോലത്തെ ഇലകളല്ല. പൂക്കളില്ലാത്ത സമയത്തും ഈ ചെടി നല്ല ഭംഗിയായിട്ട് ഇങ്ങനെ നിൽക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ചെടികളുള്ള ഒരു വീട്ടിൽ നമ്മളെപ്പോഴും എൻഗേജ്ഡ് ആയിരിക്കും. ചെടികളെ നോക്കാൻ തന്നെ നമുക്ക് കുറേ സമയം വേണം. അപ്പോൾ നമ്മുടെ ദുഃഖങ്ങളോ ദുരിതങ്ങളോ വിഷമങ്ങളോ ഒന്നും ആലോചിക്കാൻ സമയം ഉണ്ടാവില്ല. ഇവരെ കാണുമ്പോഴും ഇവരെ പൂക്കൾ കാണുമ്പോഴൊക്കെ നമ്മളങ്ങനെ അതിൽ ലയിച്ചങ്ങനെ നടന്നു പോകും. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് നിങ്ങളോട് സംസാരിക്കാം, അതിന് ശേഷം ആ വളത്തിൻ്റെ കാര്യം പറയാമെന്ന് വിചാരിച്ചു കേട്ടോ. ശരിക്കും ആ ഉള്ളിത്തൊണ്ടെല്ലാം നമ്മളൊരു 3 ദിവസം എടുത്ത് വെക്കണം. ഇതെന്താണെന്ന് മനസ്സിലായോ? ഇത് ചെടി വളരാൻ വേണ്ടി ചെയ്തേക്കണമെന്നല്ല കേട്ടോ. നമ്മുടെ ചിണ്ടൻ കുഞ്ഞിൻ്റെ ശല്യത്തിൽ നിന്നും ചെടികളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അവൻ എപ്പോഴും ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ചട്ടികൾ, നിറഞ്ഞു നിൽക്കുന്ന ചെടികളുടെ ഉള്ളിൽ കയറില്ല, അല്ലാത്ത ചെടികളിൽ കയറിയിട്ട് ഇങ്ങനെ ഉപദ്രവം ചെയ്തുകൊണ്ടിരിക്കും. ചിലപ്പോൾ മൂത്രം ഒഴിക്കും. ഇതിലാണെങ്കിൽ പൂക്കളൊക്കെ ഉണ്ടായി വന്ന സമയമാണ്. ഇവൻ ഈ പൂവൊക്കെ കാണുമ്പോൾ ചിലപ്പോൾ തോണ്ടാൻ തോന്നും. അങ്ങനെ കയറി നിൽക്കാൻ സ്ഥലം ഉണ്ടെങ്കിൽ മാത്രമാണ് കേട്ടോ കയറുള്ളൂ. അപ്പോൾ ചിരട്ടയൊക്കെ വെച്ചങ്ങനെ ഉണ്ട്, അവനങ്ങ് കയറണ ഇഷ്ടമില്ല, അല്ലാത്ത സ്ഥലത്തേ കയറുള്ളൂ. അങ്ങനെ എൻ്റെ പുറകെ നടക്കുകയാണ്. അമ്മ എന്താ ചെയ്യണേ, ഞാനും കൂടെ സഹായിക്കാമെന്ന് വെച്ചാൽ അവൻ്റെ സഹായം ഉപദ്രവമാണ് കേട്ടോ. ഈ ചെടിയാണ് അവന് ഏറ്റവും ഇഷ്ടം. ഇത് പൂച്ചവാലെന്ന പേര്, അവൻ്റെ കുഞ്ഞുവാല് പോലെ തന്നെ ഉണ്ടല്ലേ. അവനിത് എപ്പോഴും ഇതിങ്ങനെ തൂങ്ങിങ്ങനെ കിടക്കണതാണെങ്കിൽ ഇതിൻ്റെ ചെടികളും പിടിച്ച് വലിച്ച് കളയും. ഈ പൂക്കളും അവൻ എപ്പോഴും പറിച്ചെടുക്കും വന്നിട്ട്. ശരിക്കും പൂച്ചകളൊരു ശല്യം തന്നെയാണ്. പക്ഷെ എന്താ ചെയ്യുക, ശല്യം എന്ന് പറയാൻ പറ്റില്ലല്ലോ. പൂച്ചകളും ചെടികളും എനിക്ക് പ്രിയപ്പെട്ടവരാണ്. ചെടികൾക്ക് അവർ ശല്യക്കാരാണ്. കണ്ടോ, ഈ ചെമ്പരത്തി വെറുതെ ഒരു കമ്പ് വലിയ ചെമ്പരത്തിയിൽ നിന്ന് എടുത്ത് കുത്തി കൊടുത്തതാണ്. ചെറിയൊരു ചട്ടിയിലാണ്, നിറയെ മുട്ടുകൾ ഇട്ടിട്ടുണ്ട്. ഇതിനൊക്കെയാണ് DAP ആണ് ഇട്ട് കൊടുത്തത് കേട്ടോ. DAP, NPK, പിന്നെ നമ്മുടെ സാധാരണ ഇതുപോലത്തെ വളങ്ങളും മാത്രമാണ് ഞാൻ ചേർക്കുന്നത്. ഒരുപാട് വളങ്ങളൊന്നും ഞാൻ വാങ്ങിക്കാറില്ല കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ചിലപ്പോൾ ചിലരുടെ കയ്യിൽ അധികം രൂപയൊന്നും മുടക്കാനായിട്ട് ഉണ്ടാവില്ലല്ലോ. അങ്ങനെ 3 ദിവസം ഇരുന്നതിന് ശേഷം നമ്മുടെ ഉള്ളിത്തൊണ്ട് അങ്ങനെ അങ്ങോട്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. എന്ന് വെച്ചാൽ അതെങ്ങനെയാണെന്ന് വെച്ചാൽ അത് കുറച്ച് കഞ്ഞിവെള്ളം കൂടെ ചേർത്ത് വെക്കണം കേട്ടോ. ഇതിൻ്റെ ഒപ്പം ഞാൻ കുറച്ച് കഞ്ഞിവെള്ളം കൂടി ചേർത്ത് വെച്ചിട്ടുണ്ട്. കഞ്ഞിവെള്ളം നല്ലൊരു വളമാണ്. പക്ഷേ അത് നമ്മളങ്ങനെ എന്താ പറയുക, ഇതായിട്ടൊന്നും ഉപയോഗിക്കാൻ പാടില്ല. കട്ടിയോടുകൂടി ഉപയോഗിക്കരുത്, നല്ലോണം നേർപ്പിച്ചതിന് ശേഷം മാത്രം ഉപയോഗിക്കുക കേട്ടോ. ഈ മിശ്രിതത്തിൻ്റെ കൂടെ ഞാൻ വേറൊരു കാര്യം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ, അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാകുന്ന ഒരു ചെടി തന്നെയാണ്.
എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവുമോ എന്നറിയില്ല. ഇല്ലാത്തവർ ഒരെണ്ണം വാങ്ങിച്ച് നട്ടാൽ വളരെ നല്ലതായിരിക്കും. നമ്മുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ചെടികളുടെ സൗന്ദര്യ സംരക്ഷണത്തിനും ഒക്കെ വളരെ നല്ലതാണ് കേട്ടോ. നമുക്ക് മാത്രം സൗന്ദര്യം പോരല്ലോ, ചെടികൾക്കും സൗന്ദര്യം വേണ്ടേ. അപ്പോൾ രണ്ടിനും കൂടി ഉപയോഗിക്കാൻ പറ്റിയൊരു കാര്യമാണത്. അപ്പോൾ ആ ചെടി ഇല്ലാത്തവരൊക്കെ ഒന്ന് നട്ടുപിടിപ്പിക്കാം. ഏതാണ് ചെടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ കാണിച്ചു തരാം. അത് കറ്റാർ വാഴയാണ്. കറ്റാർ വാഴ ചെടി മിക്കവരുടെ വീട്ടിലിപ്പോൾ ഉണ്ടാവില്ലേ, മുഖത്തൊക്കെ തേക്കാൻ തലയിൽ തേക്കാനൊക്കെ വേണ്ടി എല്ലാവരും നട്ടു വളർത്തും. നമ്മുടെ ചിണ്ടൻ കുഞ്ഞ് എല്ലാം നശിപ്പിച്ചിട്ടേക്കുന്നതാണ് ഈ കാണുന്നത്. അപ്പോൾ ഏതായാലും ഇതിനു വേണ്ടി ഉപയോഗിക്കാമെന്ന് വിചാരിച്ചു. അത് മിക്സിയുടെ ഒരു ജാറിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന മിക്സി ജാറാണ് കേട്ടോ. മുട്ടത്തോണ്ട് പൊടിക്കാൻ ഇതുപോലെ ഓരോന്നൊക്കെ അരച്ചെടുക്കാനൊക്കെ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ്. കുക്കിങ്ങിന് ഇത് ഉപയോഗിക്കാറില്ല കേട്ടോ. ഇതിന് വേണ്ടി മാത്രമുള്ളൊരു മിക്സി ജാറാണത്. അതിലിട്ട് നന്നായി അരച്ചെടുക്കുക. ജെല്ല് രൂപത്തിലുള്ള ആയതുകൊണ്ട് കുറച്ച് കട്ടിയായിരിക്കും. അപ്പോൾ നന്നായിട്ട് വെള്ളം കൂടെ ചേർത്തതിന് ശേഷം മാത്രം ഇത് അരിച്ചെടുക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇത് അരിപ്പയെ കൂടെ വരില്ല കേട്ടോ. നല്ല വലിയ ഹോൾസുള്ള അരിപ്പയാണെങ്കിൽ നല്ലതായിരിക്കും. എൻ്റെ ഒരു ചെറിയ അരിപ്പയാണ് കേട്ടോ, അതുകൊണ്ട് ഇത്തിരി പാടാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് അരിച്ചൊക്കെ എടുത്തതിന് ശേഷം മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ സ്പ്രേ ബോട്ടിൽ ചീത്തയായി പോകും. നന്നായിട്ട് അരിച്ചെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമാണ് സ്പ്രേ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുന്നതിന് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ടെല്ലാം അരിച്ചെടുത്തതിന് ശേഷം കുറേയും കൂടെ വെള്ളം ചേർത്തിട്ട് വേണം ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ കൊണ്ടുപോയി ഒഴിച്ചു കൊടുക്കരുത്. കാരണം നമ്മൾ കഞ്ഞിവെള്ളം എല്ലാം കൂടി ചേർത്തേക്കുന്നതാണല്ലോ, അപ്പോൾ ചെടികൾക്ക് അത് ദോഷമായിട്ട് വരും. കഞ്ഞിവെള്ളം ചേർക്കുമ്പോൾ എപ്പോഴും നമ്മൾ കുറേ വെള്ളം ചേർത്തതിന് ശേഷം മാത്രമാണ് ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ കുറേയും കൂടെ വെള്ളമൊക്കെ ചേർത്തതിന് ശേഷം മാത്രം ചെടികൾക്ക് ഒഴിച്ചു കൊടുക്കാൻ പോവുകയാണ്. ഞാൻ സ്പ്രേ ചെയ്യണില്ല കേട്ടോ. സ്പ്രേ ചെയ്യുകയാണെങ്കിൽ വീണ്ടും അരിച്ചെടുക്കണം. എൻ്റെ ഒരു ചെറിയ സ്പ്രേ ആയതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടുമാണ്. എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കേണ്ട. ഈ കറ്റാർ വാഴയുടെ ഉപയോഗം എന്താണെന്ന് വെച്ചാൽ കറ്റാർ വാഴ റൂട്ടൊക്കെ നന്നായിട്ട് പിടിക്കാനായിട്ടും ചെടികൾ നന്നായിട്ട് തിളങ്ങി ഇലകളൊക്കെ നല്ല ഭംഗിയായിട്ട് നിൽക്കാനൊക്കെ കറ്റാർ വാഴ സഹായിക്കും. കറ്റാർ വാഴ നല്ലൊരു ഔഷധമാണ് കേട്ടോ, മനുഷ്യർക്കും ചെടികൾക്കും ഒക്കെ. അപ്പോൾ ഞാൻ എല്ലാ ചെടികൾക്കും ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാ ചെടികൾക്കും ഇത് ഒഴിച്ചു കൊടുക്കാം. ഇലച്ചെടികൾക്കൊക്കെ ഒഴിച്ചു കൊടുത്താൽ ഇലകൾക്കൊക്കെ നല്ല ഷൈനിങ് ഉണ്ടാവും കേട്ടോ. ഈ ഒരു വളം ഓർക്കിഡിനൊക്കെ ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ് കേട്ടോ. ഒച്ചുകളെല്ലാം തിന്നിട്ട് എൻ്റെ ഓർക്കിഡെല്ലാം പോയതാണ് കണ്ടോ. ഇതുപോലെയൊക്കെ ഒഴിച്ചു കൊടുത്തപ്പോഴാണ് ഓർക്കിഡിന് നല്ല ഇലകളൊക്കെ വരുന്നത്. ഏറ്റവും നല്ലതാണ് ഓർക്കിഡിന് കണ്ടോ, നിറയെ മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. ഓർക്കിഡിൻ്റെ റൂട്ടൊക്കെ നന്നായിട്ട് വളരാനും പിടിക്കാനും ഒക്കെ ഈ കറ്റാർ വാഴ സഹായിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും കറ്റാർ വാഴ ഇല്ലെങ്കിൽ വേഗം പറഞ്ഞ് നട്ടുപിടിപ്പിച്ചോളൂ. കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ നമ്മൾ വാങ്ങിക്കുമല്ലോ ഒരു ഇതായിട്ട് പീസല്ല, നമുക്കൊരു കടയായിട്ടാണ് കിട്ടുക. അപ്പോൾ അത് നട്ടുപിടിപ്പിച്ചാൽ എന്തായാലും പിടിക്കും കേട്ടോ. അതിൻ്റെ വേരുകളൊക്കെ വന്നോളും. അത് മണ്ണിൽ നട്ടുപിടിപ്പിച്ചാൽ മതി. ജമന്തിയിൽ പൂക്കളൊക്കെ ഉണ്ടായി തീർന്നു, വീണ്ടും മൊട്ടുകൾ ഇട്ടിട്ടുണ്ട് ധാരാളം. എൻ്റെ കയ്യിൽ ഈ ഒരു ജമന്തി മാത്രമേ ഉള്ളൂ കേട്ടോ. പല കളറും വാങ്ങിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ട്. അടുത്ത് തന്നെ വാങ്ങിക്കുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. ഇതുപോലെ നമ്മൾ കൊങ്ങിണിച്ചെടി വെട്ടി ഒതുക്കി നിർത്തിയിരുന്നു. അതിലും ധാരാളം മൊട്ടുകളൊക്കെ വന്നിട്ടുണ്ട്. റോസിനും എല്ലാത്തിനും ഇത് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചെറിയ കീടങ്ങളൊക്കെ അകറ്റും. ചെറിയ കീടങ്ങളെയൊക്കെ ഇത് അകറ്റും എന്ന് വെച്ചാൽ വലിയ വെട്ടിൽ പോലത്തെ ഇതൊന്നും പോവില്ല. ചെറിയ പുഴുക്കൾ കീടങ്ങളൊക്കെ ഇതുകൊണ്ട് അകന്നു പൊക്കോളും. ഉള്ളിത്തൊണ്ട് നല്ലൊരു കീടനാശിനി കൂടിയാണ്, നല്ലൊരു വളം കൂടിയാണ്. അപ്പോൾ ജൂലിക്കുട്ടി എന്നെ കാത്തവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോൾ വീഡിയോയിൽ ചിണ്ടനെ കാണിച്ചു, ജൂലിയെ കാണിച്ചില്ല എന്നുള്ള സങ്കടം വേണ്ട. വെള്ളമൊക്കെ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അവൾക്ക് നല്ല ചൂടായതുകൊണ്ട് ഇങ്ങനെ കിതച്ചുകൊണ്ട് കിടക്കുകയാണ്. അപ്പോൾ അവൾക്ക് ഫുഡ് കൊടുക്കണം. അവൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് അവിടെ. നമ്മുടെ ഹൈഡ്രാഞ്ചിയ ചെടി കുറേ നാളായി ഇപ്പോൾ പൂത്തിട്ട് നല്ല പൂക്കളുണ്ടായ ചെടിയാണ്. അപ്പോൾ അതിനും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പൂക്കളുണ്ടാവുമോ നോക്കാമല്ലോ. മരമുലയിൽ ധാരാളം മൊട്ടുകൾ വന്നിട്ടുണ്ട് കേട്ടോ. പൂക്കുമ്പോൾ കാണിച്ചു തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങളും ഇതുപോലെ വിലക്കുറവുള്ള നമ്മുടെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് വളങ്ങളൊക്കെ ഉണ്ടാക്കുക. എല്ലാവർക്കും കടയിൽ നിന്ന് വാങ്ങിക്കാൻ പണം ഉണ്ടാവണമെന്നില്ല. എന്നാൽ ചെടികൾ വളർത്താൻ ആഗ്രഹം ഉണ്ടാകും. അപ്പോൾ ഇതുപോലെ ചെറിയ കാര്യങ്ങളൊക്കെ വെച്ച് നമ്മുടെ ചെടികൾ നന്നാക്കി എടുക്കാൻ സാധിക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ.